നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ള ലെസനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സീക്വൻസസ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാനും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിക്കാം. അടുത്ത സെക്ഷൻ അരിത്മെറ്റിക് സീക്വൻസസ്. ഇവിടെ കുറേ സീക്വൻസസ് എഴുതിയിട്ടുണ്ട്. 4, 8, 12, 16 എക്സെട്ര, 1, 1/2, 2, 2 and 1/2 എക്സെട്ര, 4, 6, 8, 10 എക്സെട്ര, 360, 360, 360 എക്സെട്ര, 10, 8, 6 എക്സെട്ര. നമുക്ക് ഫസ്റ്റ് സീക്വൻസ് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് 4, 8, 12, 16. ആ സീക്വൻസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ടേമിൻ്റെയും കൂടെ 4 ആഡ് ചെയ്താലാണ് അടുത്ത ടേം കിട്ടുക. അതായത് 4 + 4 8, 8 + 4 12, 12 + 4 16 എക്സെട്ര. അതായത് ഓരോ ടേമും കിട്ടാനായിട്ട് അതിന് തൊട്ട് മുൻപത്തെ നമ്പറിൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ നമുക്ക് അടുത്തടുത്ത നമ്പറുകൾ എഴുതാൻ പറ്റും. അതായത് ഇവിടെ ആഡ് ചെയ്യണത് എല്ലാം 4 ആണ്. അടുത്ത സീക്വൻസ് നോക്കുക. 1, 1/2, 2, 2 and 1/2 എക്സെട്ര. ഈ ഓരോ ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. അതായത് 1ന്റെ കൂടെ ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 1.5 കിട്ടും. വീണ്ടും ഹാഫ് ചെയ്യുമ്പോൾ 2 കിട്ടും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഈ സീക്വൻസിലെ എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് ഹാഫ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത സീക്വൻസ് നോക്കാം. 4 + 2 ആണ് 6, 6 + 2 8, 8 + 2 10. അപ്പോൾ ഈ നമ്പർ സീക്വൻസിൽ രണ്ട് ടേം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസും 2 ആണ്. നെക്സ്റ്റ് 360, 360, 360 എക്സെട്ര. അവിടെ ഡിഫറൻസ് ഇല്ല, എല്ലാ ടേംസും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 360 കൂടെ 0 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടുക എന്ന് പറയാം. അപ്പോൾ എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. നെക്സ്റ്റ് 10, 8, 6 എക്സെട്ര. ആദ്യത്തെ ടേം 10 ആണ്. 10ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അടുത്ത ടേം കിട്ടുക. അടുത്തതും അങ്ങനെ തന്നെ. 8 - 2 6 കിട്ടും. അതായത് ഓരോ ടേമും കിട്ടാനായിട്ട് അതിന് തൊട്ട് മുൻപത്തെ ടേമിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? 10ന്റെ കൂടെ -2 ആഡ് ചെയ്താൽ നമുക്ക് 8 കിട്ടും. നോക്കി 10 + -2 = 8. 10 - 2 8 കിട്ടും. അപ്പോൾ ഈ സീക്വൻസില് രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് -2 ആണ്. ഈ സീക്വൻസിലെ ഏത് രണ്ട് ടേംസ് എടുത്താലും ആ രണ്ട് ടേംസും തമ്മിലുള്ള ഡിഫറൻസ് -2 ആണ്. ഡിഫറൻസ് കോമൺ ആണ്. അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത നമ്പറുകൾ കിട്ടും. ആ സീക്വൻസുകളെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ സീക്വൻസ് starting with any number and adding a fixed number repeatedly is called an arithmetic sequence. അതായത് ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ടേംസ് കിട്ടുന്ന സീക്വൻസിനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സീക്വൻസ് തന്നാൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അതായത് ആ സീക്വൻസിന്റെ ഏത് രണ്ട് ടേംസ് എടുത്താലും ആ ടേംസിന്റെ ഡിഫറൻസ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് പറയാം. ഈ ഫസ്റ്റ് സീക്വൻസ് നോക്കി 4, 8, 12, 16. അപ്പോൾ അതിലെ ഓരോ ടേമും കിട്ടാനായിട്ട് നമ്മൾ 4 ആണ് ആഡ് ചെയ്യുന്നത്. ആ ഡിഫറൻസിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഈ ഫസ്റ്റ് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 4 ആണ്. കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് D. അപ്പൊ നമുക്ക് D = 4 ആണ് ഫസ്റ്റ് സീക്വൻസ്. അപ്പൊ സെക്കൻഡ് സീക്വൻസ് നോക്കുമ്പോൾ സെക്കൻഡ് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് D എത്രയാണ്? D = 1/2. നെക്സ്റ്റ് സീക്വൻസിലെ
2 ആഡ് ചെയ്തപ്പോഴാണ് ഓരോ ടേമും കിട്ടിയത്. അപ്പൊ നമുക്ക് ഡി എന്താന്ന് പറയാം? 2 ആണെന്ന് പറയാം. നെക്സ്റ്റ് സീക്വൻസിൽ നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് 0 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു 0. നെക്സ്റ്റ് സീക്വൻസ് 10, 8, 6 എക്സെട്ര. അപ്പൊ -2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? അടുത്ത ടേം. അപ്പൊ ഡി ഈക്വൽ ടു -2. ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആവാം, 0 ആവാം, നെഗറ്റീവ് നമ്പേഴ്സും ആവാം, ഫ്രാക്ഷൻസും ആവാം. അപ്പൊ ഏത് നമ്പർ വേണമെങ്കിൽ കോമൺ ഡിഫറൻസ് വരാം. അരിത്മെറ്റിക് സീക്വൻസ് എന്താണ് നമ്മൾ പഠിച്ചു. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഫിക്സഡ് നമ്പർ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സീക്വൻസ് ആണ് അരിത്മെറ്റിക് സീക്വൻസ്. അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് സീക്വൻസ് എഴുതിയിട്ട് നമുക്ക് നോക്കാം. ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം നോക്കാം. അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ആ സീക്വൻസിലെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതാണ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം നോക്കി. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 6 മൈനസ് 3. 6 മൈനസ് 3 എത്രയാ? 3. അടുത്തത് എന്ത് നോക്കണം? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അതായത് തൊട്ടടുത്ത രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. അതായത് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ്. തേർഡ് ടേം 9, സെക്കൻഡ് ടേം 6. അപ്പൊ 9 മൈനസ് 6 3. നമ്മൾ രണ്ട് ഡിഫറൻസ് കണ്ടു. ആ രണ്ട് ഡിഫറൻസും 3 ആണ്, ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദിസ് സീക്വൻസ് ഈസ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ we can say that sequence is an arithmetic sequence. നമുക്ക് അടുത്ത സീക്വൻസ് നോക്കാം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. നമുക്ക് എന്താ വേണ്ടത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 9 മൈനസ് 3. 9 മൈനസ് 3 6 ആണ്. അടുത്തത് ഒരു ഡിഫറൻസ് കൂടി കണ്ടു നോക്കണം. 27 മൈനസ് 9. 27 മൈനസ് 9 എന്ന് പറയുന്നത് 18. അപ്പൊ ഡിഫറൻസ് രണ്ടിന്റെയും ഡിഫറന്റ് ആണ്. ഒന്ന് 6ഉം ഒന്ന് 18ഉം ആണ്. അതായത് കോമൺ ഡിഫറൻസ് ഇല്ല. ഡിഫറൻസ് ഈസ് നോട്ട് സെയിം. That means we can say that this is not an arithmetic sequence. രണ്ടോ മൂന്നോ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സെയിം ആണെങ്കിൽ അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നെക്സ്റ്റ് 4, 7, 10 എക്സെട്ര. അപ്പൊ കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 7 മൈനസ് 4 3. 10 മൈനസ് 7 അടുത്തത് 10 മൈനസ് 7 3. അപ്പൊ രണ്ടിലും ഡിഫറൻസ് 3 കിട്ടി. അതായത് കോമൺ ഡിഫറൻസ് ഈസ് 3. therefore we can say that this is an arithmetic sequence. അപ്പൊ ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഈ രണ്ട് സീക്വൻസും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. പേജ് നമ്പർ 18ലെ ക്വസ്റ്റ്യൻ ആണ്. Check whether each of the sequences given below is an arithmetic sequence. Give reasons. For the arithmetic sequences, write the common difference also. അതായത് കുറെ സീക്വൻസുകൾ തന്നിട്ടുണ്ട്. ആ സീക്വൻസസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ റീസൺ എഴുതണം, കോമൺ ഡിഫറൻസും എഴുതണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ഈസി ആയിട്ട് എഴുതാം നമുക്ക്. ഫസ്റ്റ് ഓഡ് നമ്പർ 1, 3, 5, 7 എക്സെട്ര. അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പൊ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അതായത് കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 3 മൈനസ് 1 ഈക്വൽ ടു 2. നെക്സ്റ്റ് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. 5 മൈനസ് 3. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. ദാറ്റ് ഓൾസോ 2. അപ്പൊ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 2. ഗിവ് റീസൺ എന്ന് പറഞ്ഞ റീസൺ എന്താ? Difference between two terms are same. That means common difference is 2. അപ്പോൾ first one sequence of odd numbers എന്ന് പറയുന്നത് arithmetic sequence ആണ് with common difference 2. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എഴുതി നോക്കാം. ഫസ്റ്റ് ഈവൻ നമ്പർ 2, 4, 6, 8 എക്സെട്ര. ആ സീക്വൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 2 കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 2 ആണ്. 2, 2, 2. സബ്ട്രാക്ട് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ 2, 4, 6, 8 എന്ന് പറയുന്ന ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എത്രയാ? 2 ആണ്. ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെന്നും ഈവൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെന്നും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് നമ്മൾ എഴുതാം ഓഡ് നമ്പേഴ്സിന്റെ ഹാഫ്. ഓഡ് നമ്പേഴ്സ് ആദ്യം എഴുതാം. ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 എക്സെട്ര. ഈ ഓരോ ടേമിന് ഹാഫ് ആക്കണം. അപ്പൊ 1 എന്തായി? 1/2. നെക്സ്റ്റ് 3, 3/2, 5, 5/2, 7/2. ഓരോ ഓഡ് നമ്പറിനെയും ഹാഫ് ആക്കുമ്പോൾ കിട്ടുന്ന സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാ നമ്പേഴ്സും ഇവിടെ ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. ഡിഫറൻസ് സെയിം ആണെന്ന് അറിയാൻ ആദ്യം എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം 3/2 മൈനസ് 1/2. 3/2ലും 1/2ലും ഡിനോമിനേറ്റർ 2 ആണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് എന്താ എഴുതാം? 2 എഴുതി ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ മതി. 3 - 1. 3 - 1 = 2. 2/2 എന്ന് പറയുന്നത് 1. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 കിട്ടി. അടുത്ത ഡിഫറൻസ് നോക്കാം. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. തേർഡ് ടേം 5/2 മൈനസ് 3/2. അപ്പൊ 5 - 3/2. ഡിനോമിനേറ്റർ കോമൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 = 1. അപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടി. ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് ഈസ് 1. കോമൺ ഡിഫറൻസ് D = 1. That means the sequence of fractions got as half of odd numbers is an arithmetic sequence. Okay, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ന്റെ പവേഴ്സിന്റെ സീക്വൻസ് ഉണ്ട്. 2ന്റെ പവേഴ്സ് എഴുതുമ്പോൾ 2^1, 2^2, 2^3 എക്സെട്ര. 2ന്റെ പവേഴ്സിന്റെ സീക്വൻസ് എഴുതി നമ്മൾ. നമ്പേഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് നമ്പർ 2^1, 2, 2^2, 4, 2^3, 8 എക്സെട്ര. ഇനി ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അപ്പോൾ നമ്മൾ ഡിഫറൻസ് നോക്കുക. ടേംസ് തമ്മിൽ ആദ്യം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 4 - 2 = 2. അടുത്തത് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഈക്വൽ ടു തേർഡ് ടേം 8 - 4 = 4. ഈ രണ്ട് ഡിഫറൻസും ഈക്വൽ അല്ല. ഒന്നിന് 2ഉം ഒന്നിന് 4 ആണ്. ദാറ്റ് മീൻസ് അതിന് കോമൺ ഡിഫറൻസ് ഇല്ല. It means we can say that this sequence is not an arithmetic sequence. Difference same ആയാലാണ് നമുക്ക് arithmetic sequence എന്ന് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Sequence of reciprocals of natural numbers. Natural numbers ന്റെ reciprocals എഴുതാം. Natural numbers ഏതാ? 1, 2, 3, 4 etc. അതിന്റെ reciprocal എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിൽ എഴുതും, ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിൽ എഴുതും. ഈ 1, 2, 3, 4 നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എല്ലാ നമ്പേഴ്സും by 1 എഴുതിയ അത് ഫ്രാക്ഷൻ ആക്കി എഴുതും. ഇനി നമ്മൾ എന്ത് വേണം? റെസിപ്രോക്കൽ എഴുതണം. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ 1/1 1/1 തന്നെ. നെക്സ്റ്റ് 2/1 എന്നുള്ളത് 1 ന്യൂമറേറ്ററിൽ പോയി 2 ഡിനോമിനേറ്ററിൽ എഴുതി. നെക്സ്റ്റ് 1/3 1/4 എക്സെട്ര. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽസ് നമ്മൾ എഴുതി. ഇനി ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഡിഫറൻസ് കണ്ടു. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് മീൻസ് 1/2 - 1.
1/2 മൈനസ് 1 1നെ നമുക്ക് എന്ത് എഴുതാം 1/1. അപ്പോൾ എന്തായി ഡിനോമിനേറ്ററിൽ 2 2 × 1 2 മൈനസ് ചെയ്യുമ്പോൾ 1 ഇവിടെ 1 മൈനസ് 2 ഈക്വൽ ടു -1/2. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടി -1/2. ഇനി അടുത്തത് നോക്കാം. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ദാറ്റ് ഈസ് 1/3 മൈനസ് 1/2. അപ്പോൾ നമ്മൾ എന്ത് എഴുതി മൈനസ് ചെയ്യുമ്പോൾ എന്ത് വന്നു 2 - 3/6 ഈക്വൽ ടു -1/6. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് -1/2, അടുത്ത ഡിഫറൻസ് -1/6. അപ്പോൾ ഡിഫറൻസസ് ആർ നോട്ട് സെയിം, therefore this sequence is not an arithmetic sequence. അപ്പോൾ arithmetic sequence അല്ല. arithmetic sequence ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അത് സെയിം ആണെങ്കിൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൽ ഒരു സ്ക്വയറിന്റെ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻസ് കളർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ്, do the numbers of colored squares form an arithmetic sequence? Give reason. പാറ്റേണിനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ കളേർഡ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് എഴുതുകയാണെങ്കിൽ അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ, ആണെങ്കിൽ റീസൺ എന്താണ്? അപ്പൊ നമുക്ക് ഫസ്റ്റ് പിക്ചർ നോക്കി. ഈ ഷെയ്ഡ് ചെയ്ത സ്ക്വയേഴ്സ് ആണ് കളേർഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എത്ര കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. ഫസ്റ്റ് പിക്ചറിൽ 8 കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ സീക്വൻസിലെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 8 ആണ്. അടുത്ത സീക്വൻസ് ഈ സ്ക്വയറിൽ നോക്കിയിട്ട് കളേർഡ് സ്ക്വയേഴ്സ് എന്നാണ്. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ സെക്കൻഡ് പിക്ചറിൽ 12 കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 12. അടുത്ത പിക്ചറിൽ അതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. 16 കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ അടുത്ത ടേം നമുക്ക് കിട്ടി 16. അങ്ങനെ ടേംസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പൊ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് മീൻസ് 12 - 8 ആൻസർ 4. അടുത്തത് തേർഡ് ടേം 16 - 12 4. അപ്പൊ രണ്ട് പ്രാവശ്യം നമുക്ക് 4 കിട്ടി. ദാറ്റ് മീൻസ് ദിസ് സീക്വൻസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് d equal to 4. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ടേംസ് ആർ സെയിം. അതാണ് റീസൺ. രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് 8 12 16 ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.